Good morning, all. Morning. Okay, അപ്പോൾ നമ്മള് കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കി കാണാം അല്ലേ? വായിച്ചു നോക്കിയോ? ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ വായിച്ചു നോക്കി കാണാം അല്ലേ? എന്തായാലും നമുക്ക് ഇനി എടുക്കാനുള്ളത് ടൈപ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്.
മൗസിനൊരു ചെറിയ കൺട്രോളിംഗ് പവർ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് നോക്കാം. ഓക്കെ, നമ്മൾ കണ്ടു പലതരത്തിലുള്ള എംപ്ലോയി ബെനിഫിറ്റ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞു എന്താണ് അവിടെ ഡ്യൂട്ടി അല്ലെ ചെയ്യാതിരിക്കുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള പേയ്മെന്റ്സുകൾ കൊടുക്കുന്ന തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് കമ്പനികൾ വ്യത്യസ്ത രീതിയിലൊക്കെ ഓഫറുകൾ കൊടുക്കും അല്ലെ. അഡീഷണൽ ആയിട്ട് നിങ്ങൾ വർക്കിംഗ് അവേഴ്സ് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അഡീഷണൽ സാലറി കിട്ടും, ഡബിൾ റേറ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ് അല്ലാത്ത ദിവസം നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പേയ്മെന്റ്സ് അത് വ്യത്യസ്ത കമ്പനികളുടെ വ്യത്യസ്ത രീതിയിലായിരിക്കും. നമുക്കറിയാം അവിടെ നല്ല ഓഫറുകളുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ ആ ഒരു എന്താ പറയുക ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് തീർച്ചയായിട്ടും കാൻഡിഡേറ്റ്സ് അവിടേക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് പേയ്മെന്റ്സ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ് ആണ് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ്ലി പറയാം ഹോളിഡേ പേയ്സ്. ഓക്കെ, ഇത് തുടങ്ങിയല്ലേ എടുക്കേണ്ടത് അല്ലേ അല്ലേ? ഓക്കെ ആണോ? ആണോ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഹോളിഡേയ്സ് പേയില് ഫസ്റ്റ്ലി പറയുന്നത് എന്താണ് അവിടെ പേയ്മെന്റ്സ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ് ആണെങ്കിൽ ഹോളിഡേ പേയ്സ് ആണ്. ഫസ്റ്റ്ലി നോക്കാം വർക്കേഴ്സ് ഹു ഹാവ് വർക്ക്ഡ് ഓൺ പെയ്ഡ് ഹോളിഡേയ്സ് ആർ പെയ്ഡ് ഡബിൾ ദ റേറ്റ് ഓഫ് നോർമൽ സാലറി അല്ലെ. സാലറിയുടെ ഡബിൾ ദ റേറ്റ് ആയിട്ടാണ് നമുക്ക് തരുന്നതെങ്കിൽ അത് ഹോളിഡേ പേയ്സ് ആയിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്ത് എന്താണ് വർക്കേഴ്സ് ഹു ഹാവ് വർക്ക്ഡ് ഓൺ പെയ്ഡ് ഹോളിഡേയ്സ് ആർ പെയ്ഡ് ഡബിൾ ദ റേറ്റ് ഓഫ് നോർമൽ സാലറി. നോർമൽ സാലറിയുടെ ഡബിൾ റേറ്റ് ആണ് നമുക്ക് ലഭ്യമാകുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഹോളിഡേ പേയ്സ് എന്ന് വിളിക്കാം. ഈ രീതിയിൽ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. ഹോളിഡേ പേയ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോവാ. ഡബിൾ ദ റേറ്റ് ഓഫ് നോർമൽ സാലറി ആണെങ്കിലാണ് ഹോളിഡേ പേയ്സ് ആയിട്ട് അത് കണക്കാക്കുന്നത്. പെയ്ഡ് ഹോളിഡേയ്സ് നോക്കാം. The Factories Act 1948 specifies that an adult worker shall have a weekly paid holiday, most probably on Sunday. Okay, നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ അല്ലേ സൺഡേ ഹോളിഡേ ആണ്. Then a worker who is deprived of weekly holidays is eligible for the number of days equal to the number of holidays he is deprived of in the same month. Okay, നമുക്കറിയാം ചിലരൊക്കെ അല്ലെ ഒരു മന്ത്ലിയൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ ഹോളിഡേയ്സ് ടൈമുകളിലൊക്കെ അവർ വർക്ക് ചെയ്യും. അതിനുശേഷം അവര് വീടുകളിലേക്ക് ചിലപ്പോൾ ആ എത്രയും ദിവസത്തിന്റെ അല്ലെ ഒന്നിച്ച് എടുത്തിട്ടൊക്കെ ലീവായിട്ടൊക്കെയാണ് വീടുകളിലേക്കൊക്കെ പോകുന്നത് അല്ലെ. അത് അവരുടെ സൗകര്യാർത്ഥം അവരത് എടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം. അപ്പൊ അതിനനുസരിച്ചുള്ള സാലറി അവർക്ക് എൺ ചെയ്യാൻ സാധിക്കുന്നു. ചിലർക്കൊക്കെ നമുക്കറിയാം അവിടെ ഡ്യൂട്ടി അല്ലെ അവിടെ വർക്കിംഗ് അവേഴ്സ് നോക്കിയിട്ടൊക്കെ അവർക്ക് കുറച്ചും കൂടി ഹോളിഡേയ്സ് ഒക്കെ നേടിയെടുക്കാനായിട്ട് ഒന്നിച്ച് അവർക്കത് എൻജോയ് ചെയ്യാനായിട്ട് കമ്പനികളെ വ്യത്യസ്ത രീതിയിലുള്ള ഓഫേഴ്സുകളൊക്കെ അവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. Some organizations give 2 paid holidays in a week. ചില കമ്പനികളൊക്കെ ആണെങ്കിൽ 2 ഹോളിഡേയ്സുകളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. സാറ്റർഡേ സൺഡേ ഒക്കെ ഹോളിഡേ ഒക്കെ ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങളുമുണ്ട്. അത് കമ്പനികളുടെ ഒരു രീതി അനുസരിച്ചിട്ട് അവരുടെ ഡിസിഷൻ അനുസരിച്ചിട്ടാണ് നമുക്കറിയാം ഹോളിഡേ പേയ്സ് ഒക്കെ വരുന്നത്. അപ്പൊ ലീവുകൾ എന്ന് പറയുന്നതും ആ അനുസരിച്ചിട്ടൊക്കെ 2 ലീവൊക്കെ ഓഫർ ചെയ്യുന്ന കമ്പനികളൊക്കെ വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ മനസ്സിലാക്കി പോവുക ഹോളിഡേ പേയ്സ്, പെയ്ഡ് ഹോളിഡേയ്സ് അതായത് വർക്കിംഗ് അവേഴ്സ് അല്ലാത്ത ഡേയ്സുകളുടെ എണ്ണങ്ങളൊക്കെ. Then ഷിഫ്റ്റ് പ്രീമിയം എന്താണ് ഷിഫ്റ്റ് പ്രീമിയത്തിൽ പറയുന്നത്? ഓർഗനൈസേഷൻസ് വർക്കിംഗ് ഇൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഷിഫ്റ്റ്സ് compensated by paying a premium to the workers who have worked for the odd hours shifted. Okay, ഒറ്റപ്പെട്ട ഷിഫ്റ്റുകളിലൊക്കെ അവർ വർക്ക് ചെയ്യും. ചിലരൊക്കെ നമുക്കറിയാം നൈറ്റ് ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. നൈറ്റ് ഷിഫ്റ്റിലൊക്കെ ചിലപ്പോൾ ഓർഗനൈസേഷൻസ് ഒക്കെ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ചില ഓഫറുകളൊക്കെ വാഗ്ദാനം ചെയ്യും. ഓക്കെ, അപ്പൊ അത് ആ കമ്പനിയുടെ ഡിസിഷൻ അനുസരിച്ചിട്ട്. അപ്പൊ നമുക്കറിയാം എംപ്ലോയീസിന് ചിലർക്ക് വേണമെങ്കിൽ ഫിനാൻഷ്യലി ഡെവലപ്പ് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുപോകുന്ന അവർക്കൊരു കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ട് അല്ലെ ഫിനാൻഷ്യലി
സ്റ്റേബിൾ ആവുന്നതിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ അവര് ഇത്തരത്തിലുള്ള ഓഫറിങ്ങുകളൊക്കെ കണക്കാക്കിയിട്ട് അതിലേക്ക് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും. നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ കൂടുതൽ അടുപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും. അതനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ സാലറി ഏൺ ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാം ചില നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ഡേയ്സ് കൂടുതൽ അല്ലെ അവർക്ക് ഹോളിഡേയ്സ് കിട്ടാനായിട്ടുള്ള ചാൻസുകളൊക്കെ ഓഫർ ചെയ്യുന്ന കമ്പനികൾ ഉണ്ടാവും. അപ്പൊ അവര് അതനുസരിച്ചിട്ട് കമ്പനി എന്താണോ ഓഫർ ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും എംപ്ലോയീസ് അത് ടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ഓർഗനൈസേഷൻസ് വർക്കിംഗ് ഇൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഷിഫ്റ്റ്സ് കോമ്പൻസേറ്റഡ് ബൈ പേയിങ് എ പ്രീമിയം ടു വർക്കേഴ്സ്. അല്ലെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രീമിയം എന്താണോ കമ്പനി ഓഫർ ചെയ്തത് അതനുസരിച്ചിട്ടാണ് അവര് അത് നേടിയെടുക്കുന്നത്. ഓക്കെ, ഓഡ് അവേഴ്സ് ഷിഫ്റ്റ് അനുസരിച്ചിട്ടൊക്കെ അവർ അതനുസരിച്ചിട്ട്, അതായത് ആ ഒരു കമ്പനി നിയമം അനുസരിച്ചിട്ട് എന്താണോ ഫേവറബിൾ ആയിട്ട് എംപ്ലോയീസിന് തോന്നുന്നത് അതനുസരിച്ചിട്ട് അവര് നിലപാടെടുക്കാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. പെയ്ഡ് വെക്കേഷൻസ് ആണെങ്കിലും നമുക്ക് വർക്കേഴ്സ് who have worked for 240 days in a calendar year. ആക്ച്വലി ഒരു 1 ഇയറിൽ ഒരു 240 ഡേയ്സ് വർക്ക് ചെയ്യണമെന്നാണ്. എന്താ മൈനിങ്, മാനുഫാക്ചറിങ് ആൻഡ് എന്താണ് പ്ലാന്റേഷൻ സെക്ടേഴ്സ് are entitled to for paid vacation at the rate of 1 day for every 20 days worked in the case of adult workers. ഓക്കെ, നമുക്കറിയാം അവിടെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ മൈനിങ് അല്ലെ ഖനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവര്, അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികള്, ഇങ്ങനെയൊക്കെയുള്ള പ്ലേസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എന്താണ് 1 day for every 20 days വർക്കിംഗ്, അല്ലെ ഒരു 20 ദിവസങ്ങൾക്കും ശേഷമാണ് അവർക്ക് ഹോളിഡേയ്സ് ഒക്കെ അനുവദിക്കുന്നത്. And at the rate of 1 day for every 15 days worked in the case of miners. Miners ആണെങ്കിൽ ഒരു 15 ദിവസം വർക്ക് ചെയ്യുമ്പോഴും ഒരു ഹോളിഡേയ്സ്, ഇങ്ങനെയുള്ള ഗരികളിലും കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവരെ അടുപ്പിച്ചൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് ഇത്രയും ദിവസം വർക്ക് ചെയ്തതിനൊക്കെ ശേഷം ആയിരിക്കും അവർക്ക് ഹോളിഡേയ്സ് ഒക്കെ ഓഫർ ചെയ്ത് കൊടുക്കുന്നത്. മോസ്റ്റ്ലി നമുക്കറിയാം 240 days ആണ് 1 ഇയറിൽ വർക്കിംഗ് അവേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ആണോ? ഹോളിഡേ പേസ്, പെയ്ഡ് ഹോളിഡേയ്സ്, ഷിഫ്റ്റ് പ്രീമിയം, പെയ്ഡ് വെക്കേഷൻ, അങ്ങനെ 4 തരത്തിലാണ് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്കഡ്. നമുക്കറിയാം ഓർഗനൈസേഷനിൽ നമുക്ക് അല്ലെ ഹോളിഡേയ്സുകൾ ഉണ്ട്, ഷിഫ്റ്റുകൾ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഓഫറുകൾ ഉണ്ട്. ദെൻ നമുക്കറിയാം ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള തോട്ടം തൊഴിലാളികൾ, ഖനികളിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയൊക്കെയുള്ള ഇതുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അടുപ്പിച്ച് വർക്ക് ചെയ്ത ഇന്ന ദിവസങ്ങളിലൊക്കെ ഒഴിവുകളുണ്ട്. ദെൻ മോസ്റ്റ്ലി 240 days ആണ് 1 ഇയറിൽ വർക്കിംഗ് ഡേയ്സ് ആയിട്ട് അല്ലെ കൈകാര്യം ചെയ്ത് പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ചില ആക്ടുകളുണ്ട് അല്ലെ, അവിടെ ഫാക്ടറീസ് ആക്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആക്ടില് നമുക്കൊരു കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അത് പാലിച്ചു പോകാനായിട്ട് ഏത് കമ്പനിയും ബാധ്യസ്ഥരാണ് അല്ലെ. ഇന്ന രീതിയിലുള്ള കമ്പനികളൊക്കെ അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഫാക്ടറികളൊക്കെ ഈ രീതികൾ ഫോളോ ചെയ്യണമെന്നൊക്കെയുള്ള നിയമങ്ങള് തീർച്ചയായിട്ടും ഉണ്ടാവാം. ആ നിയമങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകണം. അതിനപ്പുറം ചില ഓഫറുകളൊക്കെ കമ്പനികൾ എന്താണ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഓഫറുകൾ കൊടുക്കും. അത്തരം ഓഫറുകളൊക്കെയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഓഫറുകൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? 240 days ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് എംപ്ലോയി സെക്യൂരിറ്റി? എന്താണ് തൊഴിലാളികൾക്ക് സെക്യൂരിറ്റി എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം പലതരത്തിലുള്ള സെക്യൂരിറ്റി ആവശ്യമാണ് അല്ലെ. അവർ തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ വരുമാനം കിട്ടുമോ എന്നുള്ള ഉറപ്പ് വേണം. ഇൻ കേസ് കമ്പനി പെട്ടെന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാലും അവർക്ക് ചിലപ്പോഴാണെങ്കിൽ അവര് അല്ലെ പെട്ടെന്ന് ഒരു ജോലിയിൽ പ്രവേശിക്കാനായിട്ട് പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ഒരു തൊഴിൽ കണ്ടെത്തുന്നവരെയും ആ റിസ്കുകൾ അവര് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എംപ്ലോയിയുടെ സുരക്ഷാ കാര്യങ്ങൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. A feeling of any type of insecurity disrupts peace of mind and the satisfaction of any individual. It is therefore in the interest of any organization to ensure security for its employees and their family, both the physical and the job security. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം പീസ് എപ്പോഴും നമ്മുടെ മൈൻഡിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഏതൊരു വ്യക്തിയെയും പ്രത്യേകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സമാധാനത്തോട് കൂടിയിട്ടുള്ള സാലറി അത് നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് അല്ലെ. It is therefore in the interest of any organization to ensure security
for its employee and their family, both the physical and the job security. തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊരു ഫാമിലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ വരുമാനത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ ജീവിതം മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഈ ഒരു വരുമാനം ഉണ്ടായെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ എന്താണ് അവിടെ എംപ്ലോയിക്ക് ഈ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു സുരക്ഷിതത്വം അനുഭവിക്കേണ്ടതുണ്ട് അല്ലെ. Fringe benefits are provided to an employee with a confirmed job, like a feeling of job security in an employee. Okay, ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ വിശേഷിപ്പിക്കേണ്ടതായത് കേസ് കമ്പനിയൊക്കെ ആണെങ്കിൽ ചില ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് എന്താണ് ജോബ് സെക്യൂരിറ്റിയുമായിട്ട് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. അതായത് ഓൾസോ കൺഫേംഡ് ജോബ് മീൻസ് ദ എംപ്ലോയി ഹാസ് എ ലോങ് ടേം സോഴ്സ് ഓഫ് ഇൻകം വിച്ച് ഗിവ്സ് എ ഫീലിംഗ്സ് ഓഫ് സെക്യൂർഡ് ലൈഫ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ബേസിക്കലി നമുക്കറിയാം മന്ത്ലി സാലറി ഇൻകംസ് കിട്ടും അല്ലെ. അതിനപ്പം നമുക്കറിയാം ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം ആണെങ്കിൽ ജീവിക്കാനായിട്ട് കടലൊക്കെ ആയിട്ട് PF പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ അവിടെ തീർച്ചയായിട്ടും ആ സാലറിയിൽ നിന്നൊക്കെ ബേസിക്കലി പിടിച്ചൊക്കെ പോകും. അപ്പൊ ഒരു സെക്യൂർ ആയിട്ടായിരിക്കും ആ ഒരു വ്യക്തി അവിടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സാലറി ബേസിക്കലി നമുക്ക് ഓൺ ദ ഡേയ്സുകളിലൊക്കെ അനുഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ വരുന്നു. അപ്പൊ ഫ്യൂച്ചറിനെയും കൂടി കൺസിഡർ ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതകൾ വരുന്നു അല്ലെ. അപ്പൊ കൺഫേംഡ് ജോബ് മീൻസ് ദ എംപ്ലോയി ഹാസ് എ ലോങ് ടേം സോഴ്സ് ഓഫ് ഇൻകം വിച്ച് ഗിവ്സ് എ ഫീലിംഗ് ഓഫ് എ സെക്യൂർഡ് ലൈഫ്. അവർക്ക് ഒരു ലോങ് ടേം സോഴ്സ് ഓഫ് ഇൻകം ആണ് എന്തെന്ന് പറയുന്നത് അവരുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സാലറിയിൽ നിന്നും അവർക്ക് PF പോലെയുള്ള കാര്യങ്ങളിലേക്ക് കോൺട്രിബ്യൂഷൻ ഒക്കെ കളക്ട് ചെയ്ത് പോകുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. There are provisions in Indian laws which provide income security to employees, such as Payment of Wages Act 1936, Minimum Wages Act 1948, and Payment of Bonus Act 1965. Okay, നമുക്ക് പല ആക്ടുകളുടെ പേരുകളാണ് ഇവിടെ കൃത്യമായിട്ട് നിർദ്ദേശിച്ചു പോകുന്നത്. അതായത് നമുക്കറിയാം ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ മസ്റ്റായിട്ട് എംപ്ലോയിക്ക് കുറച്ചെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു കൂലി അവിടെ മസ്റ്റായിട്ടും എന്താണ് ഓരോ മന്ത്ലി അവർക്ക് ലഭ്യമാക്കുന്നതിനുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇൻ കേസ് ഇത്രയും അംഗങ്ങളിൽ കൂടുതൽ വർക്കേഴ്സ് ഉള്ള ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ അവർക്ക് സീസണലായിട്ടുള്ള ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ചിട്ട് ബോണസ് ഒക്കെ ലഭ്യമാക്കണമെന്നുണ്ട്. അല്ലാതെ ഇൻ കേസ് എന്താണ് ഇൻഡസ്ട്രി തർക്കങ്ങളാല് അല്ലെ എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ അടച്ചു കൂട്ടേണ്ടി വന്നാലും വർക്കേഴ്സിന് ചിലപ്പോൾ മിതമായ രീതിയിലെങ്കിലും സാലറിക്ക് കൊടുക്കേണ്ട നിയമങ്ങളൊക്കെ തീർച്ചയായിട്ടും എന്താണ് ഈ ആക്ടുകൾ അവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ആക്ടുകൾ ബലത്തില് തന്നെ അവർക്ക് ഈ എംപ്ലോയീസിന് അവരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, then provide for payments ഇവിടെ എന്താ ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട് ആക്ട് 1947 പറയുന്നുണ്ട്. ഈ ആക്ടുകളുടെയൊക്കെ ഇയറുകൾ ഒക്കെ മസ്റ്റായിട്ട് പഠിക്കാം. ഈ ആക്ട് എന്താണ് പറയാനുള്ളത് നമുക്കറിയാം. ഓരോ ആക്ടിനും ധാരാളം നിയമാവശങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന ആക്ടുകളൊക്കെ എംപ്ലോയീസിന് ഫേവറബിൾ ആയിട്ടുള്ള ആക്ടുകളാണെന്നുള്ള കാര്യമൊക്കെ ഓർത്ത് വയ്ക്കാം. Then provides for payment of compensation in case of a layoff and retrenchment as follows. ഓക്കെ, ഇങ്ങനെയുള്ള ആക്ടുകളിലൊക്കെ പ്രത്യേകമായിട്ടും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എംപ്ലോയിയുടെ ജോലി സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഇൻ കേസ് ജോലി നഷ്ടപ്പെട്ടു പോയാലും കുറച്ചു നാളത്തേക്കെങ്കിലും ജീവിക്കാനായിട്ടുള്ള ഒരു ലംസം എമൗണ്ട് എങ്കിലും അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ കമ്പനി കുറച്ചു നാൾ കൂട്ടിയിട്ട് പോവുകയാണെങ്കിലും നമുക്കറിയാം ഈ ഒരു സാലറിയെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഫാമിലി വരെ അല്ലെ അവരുടെ ആശ്രിതർ വരെ കഴിഞ്ഞു പോകുന്നത്. സോ അത് ആ സെക്യൂർ ആയിട്ട് തന്നെ ആ ഒരു സാലറി കിട്ടത്തക്ക വിധത്തിലുള്ള നിയമങ്ങളെല്ലാം തന്നെ ഇവിടെ എന്താണ് നമുക്ക് ഈ ആക്ടുകളൊക്കെ ലഭ്യമാക്കി തരുന്നുണ്ട്. അപ്പൊ അതിലെ പറയുന്ന അല്ലെ അവിടെ എംപ്ലോയീസ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ കോമ്പൻസേഷൻ, ലേ ഓഫ് കോമ്പൻസേഷനും അല്ലെങ്കിൽ റിട്രെൻച്ച്മെന്റ് കോമ്പൻസേഷനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. എന്താണ് ലേ ഓഫ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് നോക്കാം. There are instances when management is forced by circumstances to lay off employees. In instances of a layoff, employee are entitled to a layoff compensation at the rate of 50% of the total basic wages and TLS allowance for the period of their layoff. Okay, then അതില് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഇപ്പൊ സീസണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കമ്പനികളൊക്കെ ഉണ്ടാവും. അതായത് നമ്മളിപ്പോ എന്താണ് മഴ സീസൺ അല്ലെ അവിടെ റെയിനി സീസൺ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ കുട നിർമ്മാണം അങ്ങനെയൊക്കെയുള്ള അല്ലെ ഫുഡ് അങ്ങനെയൊക്കെയുള്ള നിർമ്മാണങ്ങളൊക്കെ ആയിട്ട് വരുന്ന തൊഴിലുകളൊക്കെ വരുമ്പോഴെന്താണ് ആ സീസൺ കഴിയുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ അവർക്ക് ജോലി ഉണ്ടാവും.
അപ്പൊ ആ ടൈം കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്താണ് ജോലിയിൽ കിട്ടുന്ന വരുമാനം ഇല്ലാതെ പോകുമ്പോൾ അവർക്ക് എന്താണ് ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാവും അല്ലെ. അപ്പൊ ആ ടൈമിലും അവർക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു അല്ലെ സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം നൽകുന്നതിന് അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവുന്നതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. 50% ഓഫ് ദ ടോട്ടൽ ബേസിക്സ് പേജസ് ആൻഡ് DNS അലവൻസ് ഫോർ ദ പീരിയഡ് ഓഫ് ദിയർ ലേ ഓഫ്. ആ ലേ ഓഫ് ടൈമുകളിലൊക്കെ എന്താണ് ഒരു 50% അവരുടെ വേജസിന്റെ ഒരു 50% എങ്കിലും അവർക്ക് ലേ ഓഫ് ടൈമുകളിലൊക്കെ അവർക്ക് ഓഫർ ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്താണ് ആ കുറച്ച് വരുമാനം കൊണ്ടെങ്കിലും ആ ടൈമുകളിലൊക്കെ അവർക്ക് ഉപജീവനത്തിന് അല്ലെ ഉപയോഗിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എക്സ്ക്ലൂഡിംഗ് ദ നമ്പർ ഓഫ് വീക്ക്ലി ഹോളിഡേയ്സ് ഇൻ ദ പീരിയഡ്. നമുക്കറിയാം അവിടെ ആ ഒരു ഇയർ ബേസ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അവിടെ ഹോളിഡേയ്സുകൾ മാറ്റി നിർത്തിയിട്ടാണ് നമുക്കറിയാം വേജസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു 50% ആണ് അവരുടെ ലേ ഓഫ് കോമ്പൻസേഷൻ ആയിട്ട് അവൈലബിൾ ആക്കുന്നത്. The payment of lay of compensation is usually paid up to 45 days in a year. ഒരു വർഷത്തില് ഒരു 45 ദിവസത്തേക്ക് എങ്കിലും അവിടെ ഒരു വർഷത്തില് നമുക്ക് 45 ദിവസം കിട്ടുന്ന വേതനത്തിന്റെ ആ ഒരു മൂല്യമെങ്കിലും അവർക്ക് ഈ 50% ഓഫ് ഡോക്ടർ വേജസ് ആയിട്ട് അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. അതായത് നമുക്കറിയാം എല്ലാ മാസം അവർക്ക് എന്താണ് ഇത്രയും എമൗണ്ടുകൾ കൊടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അല്ലെ. എങ്കിൽ കൂടി 45 ദിവസത്തെ കൂലി എങ്കിലും ഈ ഒരു എമൗണ്ട് ആയിട്ട് അവർക്ക് ഓഫർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. Then അതേമാതിരി പോലെ തന്നെ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ നമുക്ക് ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ നോൺ സീസണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയി 50 or more workers to give a 1 month notice or 1 month wages to all the workers who are retrenched after 1 year of a continuous service. This is a compensation is paid at the rate of 15 days wages of every completed years of service. Within a maximum 45 days wages in a year. ഈ രണ്ട് കോമ്പൻസേഷനിലും നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് തൊഴിലുടമയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന നമുക്കറിയാം ആ ഒരു ജോലിയുടെ ആ സാലറിയുടെ ബേസിലാണ് അവര് ഉപജീവനത്തിനായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇൻ കേസ് അത് സാലറി കിട്ടാതെ വരുമ്പോഴാണ് അവർക്ക് ഈ ഒരു അല്ലെ പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അതായത് സാലറി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അവരെ ഒരു രീതിയിൽ സഹായിക്കുന്ന ഒരു കോമ്പൻസേഷൻ പാക്കേജുകളാണ് ഈ ആക്ടുകൾ വഴി ഇവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. ജോലി സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഇത് ലഭ്യമാക്കി കൊടുക്കുന്നത്. ഇൻ കേസ് നമുക്കറിയാം ഇപ്പോ ചിലപ്പോൾ തൊഴിലുടമ നോക്കുമ്പോൾ ഒരുപാട് എംപ്ലോയീസിന്റെ ആവശ്യകതയില്ല, കുറച്ച് എംപ്ലോയി ഉണ്ടെങ്കിലും ജോലി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തൊഴിലുടമയ്ക്ക് തോന്നുകയാണെങ്കിൽ തൊഴിലുടമ എന്താണ് ഒരു 10 തൊഴിലാളികൾ ഉള്ള സ്ഥാപനത്തിൽ 8 തൊഴിലാളികളെ മതി, അത്യാവശ്യം ആ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളവർ 2 പേരെ പിരിച്ചുവിടാമെന്ന് വിചാരിച്ച് അവരെ പിരിച്ചുവിടാന്ന് എന്താണ് എംപ്ലോയർ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് പിരിച്ചുവിടുമ്പോൾ എന്താണ് അവർക്ക് ജോലിയിൽ നിന്നുള്ള വരുമാനം പെട്ടെന്ന് നിലച്ചു പോവുകയാണ് ഉണ്ടാവുന്നത് അല്ലേ. അതിനുള്ള സാധ്യത ഉണ്ടാവില്ലേ. പെട്ടെന്ന് അവരെ പിരിച്ചുവിടുമ്പോൾ അവർക്ക് പെട്ടെന്ന് അല്ലെ ഇനി ഒരു ജോലി കണ്ടെത്തിയിട്ട് വേണം അവർക്ക് ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്താനായിട്ട് അല്ലെ. അതുവരേക്കും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെ തീർച്ചയായിട്ടും നമുക്കറിയാം കുറച്ച് നാൾ അവരോടൊപ്പം വർക്ക് ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പറഞ്ഞു വിടുമ്പോൾ അവരെ മസ്റ്റായിട്ട് ഫ്രീ ആയിട്ട് പറഞ്ഞു വിടാനായിട്ട് പാടില്ല. അവർക്ക് മസ്റ്റായിട്ട് എന്താണ് ഒരു നല്ലൊരു കോമ്പൻസേഷൻ എമൗണ്ട് അതുമായിട്ട് അവർക്ക് കൊടുത്തു വിട്ടതിന് ശേഷമാണ് അവരെ പിരിച്ചുവിടാൻ സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് അടുത്തൊരു ജോലി കിട്ടുന്നത് വരേക്കും എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാനുള്ള ഒരു മാർഗമാണ് അവിടെ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആക്ടുകളൊക്കെ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആക്ടുകളല്ലേ ആണോ? ആക്ടുകള് എംപ്ലോയിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആക്ടുകളല്ലേ? അപ്പോ തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെയുള്ള കോമ്പൻസേഷനുകൾ എല്ലാം തന്നെ തീർച്ചയായിട്ടും ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അല്ലെ. കമ്പനികൾ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 15 അല്ലെ, ദിസ് കോമ്പൻസേഷൻ ഈസ് പെയ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 15 days wages for every completed year of service with a maximum of 45 days wages in a year. ഒരു വർഷത്തില് അല്ലെ അവിടെ 15 ഡേയ്സിന്റെ വേജസ് ആണ് അവിടെ കൊടുക്കുന്നത്. 45 ദിവസം മാക്സിമം 45 ദിവസത്തെ വേതനമാണ് അവർക്ക് കൊടുക്കാനായിട്ട് പാടുള്ളൂ. 15 ദിവസത്തെ ഇൻ കേസ് ചിലപ്പോഴൊക്കെ നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് വർക്കിംഗ് അല്ലെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവണമെന്നില്ല. അപ്പൊ എന്താണ് നമുക്കറിയാം അതേസമയം ചിലപ്പോൾ 5-8 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തവരുണ്ടാവും. അപ്പൊ അവർക്ക് ഒരു 15 days ഓഫ് എവരി കംപ്ലീറ്റഡ് ഇയർ എന്ന് പറയുമ്പോൾ 5-8 വർഷത്തേക്ക് 15 days വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ 45 daysനേക്കാൾ കൂടുതൽ അവർക്ക് കൊടുക്കേണ്ട വരും.
ഓക്കെ, അപ്പൊ അതാണ് അവിടെ ലിമിറ്റ് ചെയ്യുന്നത്. 45 ദിവസത്തെ വേതനമാണ് അവർക്ക് മാക്സിമം കൊടുക്കേണ്ടതുള്ളൂ. കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഇയറിനും 15 ഡേയ്സ് വെച്ച് വേജസ് അവർക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? This compensation is paid at the rate of 15 days wages for every completed year of service, with a maximum of 45 days wages in a year. Okay. Then workers are entitled for compensation even in the case of a closing down of an organization. Workers are entitled for compensation even in case of a closing down of an organization. തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ, അവിടെ ഓർഗനൈസേഷനിന്റെ നലച്ചു പോവുകയാണ്. ഓർഗനൈസേഷൻ ചിലപ്പോൾ പൂട്ടിപ്പോവേണ്ട ഒരു അവസ്ഥ വരികയാണ്. നമ്മൾ പറഞ്ഞ ചില കമ്പനികളൊക്കെ ചിലപ്പോൾ പൂട്ടിപ്പോവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോഴും ഇത്തരത്തിലുള്ള കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം അവര് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ജോലി കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ. കുറച്ച് നാളെങ്കിലും വേണം ഒരു പുതിയ ജോലി അവർക്ക് കണ്ടെത്തുന്നതിന്. അപ്പൊ കുറച്ച് നാളത്തേക്കെങ്കിലും അവർക്ക് എന്താണ് ഉപജീവനത്തിനുള്ള മാർഗം അത് ഓഫർ ചെയ്യുന്നതാണ് എന്താണ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനിൽ നടപ്പാക്കുന്നത്. ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ആ ഡേറ്റ്സുകൾ അല്ലെങ്കിൽ 50% ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസ്. ഇനി അത് നമ്മള് ജോലിയുടെ സാലറിയുമായി ബന്ധപ്പെട്ട ഇൻകവുമായി ബന്ധപ്പെട്ട ഒരു സെക്യൂരിറ്റി ആണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തെങ്കിൽ നമ്മുടെ ഹെൽത്ത് അല്ലെ, എംപ്ലോയീസിന്റെ ആരോഗ്യം അത് സുരക്ഷിതമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. Safety and health provisions. Safety and health of employees are of utmost importance not only for an organization but also for the country, because human resources are the backbone of economic activity of a nation. Okay, അവിടെ തീർച്ചയായിട്ടും പറയുന്നതാണ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഓഫ് എംപ്ലോയീസ് are of utmost importance not only for an organization but also for the country, because human resources are the backbone of economic activity of a nation. Okay, നമ്മൾ ഇതിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എംപ്ലോയീസിന്റെ സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും കുറെ മിഷനറി അല്ലെങ്കിൽ കുറെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയെന്ന് വെച്ചിട്ട് കാര്യമില്ല. അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് അവര് ആക്റ്റീവായിട്ട് അല്ലെ നല്ല അഫോർട്ടോടുകൂടി വർക്ക് ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷന് അല്ലെ നമ്മുടെ ലാഭം അല്ലെങ്കിൽ അവരുടെ ഗോൾ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ എന്താണ് അവിടെ ബാക്ക് ബോൺ എന്ന് വിശേഷിപ്പിക്കുന്നത് അറിയാണ് ഹ്യൂമൻ റിസോഴ്സസിനെയാണ്. ഓക്കെ, ആ ഒരു ജസ്റ്റ് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് ആർ ദ ബാക്ക് ബോൺ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് എ നേഷൻ. രാജ്യത്തിന്റെ എന്താണ് സാമ്പത്തിക സ്രോതസ് അത് എന്താണെന്നാണ് വിശേഷിപ്പിക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സസ് ആണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് അറിയാവുന്നതാണ്. കാരണം എന്തോരം ഇൻവെസ്റ്റ്മെന്റും മെഷീനും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്താലും നല്ല രീതിയിലുള്ള കൺട്രോളിംഗ് പവർ ഒരു ഹ്യൂമൻ ബീയിങ് അവിടെ നടപ്പാക്കുന്നില്ല എങ്കിൽ ആ ഓർഗനൈസേഷനെ വിജയിക്കാനായിട്ട് സാധിക്കാതെ വരും. The Factories Act 1948 stipulates certain requisites regarding working conditions in order to provide a safe working environment. നോക്കാവുന്നതാണ് ഫാക്ടറീസ് ആക്ട് 1948 പ്രത്യേകമായിട്ട് പറയുന്ന കാര്യങ്ങൾ. സേഫ് വർക്കിംഗ് എൻവയറൺമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ the provision in this act are meant to promote health and safety of employees. Okay, അവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് the provision in this act are meant to promote health and safety of employees. സുരക്ഷ അല്ലെങ്കിൽ എന്താണ് അവരുടെ ആരോഗ്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് എന്താണ് ഈ ഫാക്ടറീസ് ആക്ടില് പ്രധാനമായിട്ട് പറയുന്നത്. പ്രൊവിഷൻസ് മീൻ ടു സേഫ്ഗാർഡ് ഹെൽത്ത് റിലേറ്റഡ് ടു ഓവറോൾ വർക്കിംഗ് ലൈൻസ്, പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ, proper disposal of waste, undue influence, then effluence, protection from dust and fumes, then artificial humidation, safe for drinking water, adequate number of latrines and urinals in proper working conditions, and adequate lighting. ഓക്കെ, ഇതില് പ്രധാനമായിട്ടും പറയുന്നത് അതായത് ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ ആണ് അല്ലെ. അവിടെ ആക്ച്വലി പറയുന്നുണ്ട് നല്ല രീതിയിലുള്ള ക്ലീൻലൈൻസ് അല്ലെ, അവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം.
പ്രോപ്പർ ആയിട്ടുള്ള വായു, ശുദ്ധമായ വായു ഒക്കെ കടന്നു വരാത്തക്ക വിധത്തിലുള്ള വെന്റിലേഷൻ സൗകര്യങ്ങള്, അധികം ചൂടൊന്നും ഇല്ലാത്തൊരു അന്തരീക്ഷം, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളും അതേമാതിരി വേസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കണം. പ്രൊട്ടക്ഷൻ ഫ്രോം ഡസ്റ്റ് ആൻഡ് ഫ്രോംസ് എന്ന് വെച്ചാൽ നമുക്കറിയാം എല്ലാത്തിനും കൂടിയുള്ളതായതുകൊണ്ട് അല്ലെ അവിടെ അല്ലെ മൂന്നാറ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഫ്രോംസ്, ഡസ്റ്റ്, പൊടിപടലങ്ങള്, മഞ്ഞ് ഇതൊക്കെ അതിൽ നിന്നെല്ലാം സുരക്ഷിതത്വം കിട്ടാത്തക്ക വിധത്തിലുള്ള കാര്യങ്ങള്, ആർട്ടിഫിഷ്യൽ ഫ്യൂമിഗേഷനും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഉണ്ടാക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. നമുക്കറിയാം നല്ല രീതിയിലുള്ള തണുപ്പ് അനുഭവപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫ്യൂമിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ അനുവദിക്കുമ്പോൾ അതൊക്കെ സുരക്ഷിതമായിരിക്കണം. സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ആഡിക്വേറ്റ് നമ്പർ ഓഫ് ലാട്രിൻസ്, ഓക്കെ, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം, അതേമാതിരി തന്നെ നമുക്കറിയാം മസ്റ്റായിട്ട് നല്ല രീതിയിലുള്ള ശൗചാലയങ്ങളെ വർക്കിംഗ് കണ്ടീഷനോട് കൂടിയതായിരിക്കണം. ആൻഡ് ആഡിക്വേറ്റ് ലൈറ്റിംഗ്, ഓക്കെ, മതിയായ വെളിച്ചമൊക്കെ തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വർക്കിംഗ് കണ്ടീഷനുകളൊക്കെയാണ്. ഇതെല്ലാം അവിടെ ആക്ച്വലി പറയുന്നുണ്ട്, ഇതെല്ലാം മതിയായ വെണ്ണം അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതാണ് ആർക്ക്? എംപ്ലോയീസിന്. It is therefore vital to protect employees against accidents and conditions detrimental to health, as both are harmful factors that affect the productive capacity of the affected employees. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് എംപ്ലോയീസിന്റെ ആക്സിഡന്റൽ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് എന്തെങ്കിലും വേദനിപ്പിക്കത്തക്ക വിധത്തിൽ അല്ലെ കപ്പാസിറ്റി, പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ അഫക്റ്റഡ് എംപ്ലോയീസ്. തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെ വേദനിപ്പിക്കത്തക്ക വിധത്തിലുള്ള അല്ലെങ്കിൽ ആക്സിഡൻസിലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അത് എംപ്ലോയീസിന് പ്രൊട്ടക്ഷൻ കിട്ടത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതാണ്. Provisions regarding safety include precautions while working near or on high voltage supply equipment, then precautions against dust, explosive, inflammable materials, dangerous fans and gases. Okay, idangana പറഞ്ഞു പോകാൻ നമുക്ക് ജസ്റ്റ് മീനിങ് ഡിസ്കസ് ചെയ്തതിന് പോവാം. അപ്പൊ അതിൽ പറയുന്നത് എന്താണ് അവിടെ പ്രിക്കോഷൻസ് ബൈ വർക്കിംഗ് നിയർ ഓൺ ഹൈ വോൾട്ടേജ് സപ്ലൈ എക്യുപ്മെന്റ്. കൂടുതലായിട്ട് നമുക്കറിയാം വൈദ്യുതി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ അതിൽ നമുക്കറിയാം പെട്ടെന്ന് ഷോക്കും കാര്യങ്ങളൊന്നും വരാത്ത വിധത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാം. പ്രിക്കോഷൻസ് അഗേൻസ്റ്റ് ഡസ്റ്റ്, പൊടിപടലങ്ങൾ കൂടുതൽ അല്ലെ അത് കൂടുതലായി ഉണ്ടാവാൻ സാധ്യതയുള്ള കമ്പനി ഫാക്ടറി ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതലുകൾ വേണം. ഇൻഫ്ലമബിൾ മെറ്റീരിയൽസ് പറഞ്ഞാൽ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് വേണം. ഡേഞ്ചറസ് ഫംസ് ആൻഡ് ഗ്യാസസ്, വാതകങ്ങൾ അല്ലെ അത് അത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ചോർച്ചയൊക്കെ വരാൻ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ്. ഫെൻസിങ് ഓഫ് മെഷീനറി അല്ലെ, മെഷീനറിക്കൊക്കെ ചുറ്റും വേലി കെട്ടി എന്ന് വെച്ചാൽ വലിയ വലിയ മെഷീനറി ഒക്കെ ആണെങ്കിൽ അതിന് മൂർച്ചയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടും അതിനുള്ള ചുറ്റും മതിലെ കാര്യങ്ങളൊക്കെ അല്ലെ അത് പ്രോപ്പർ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകണം. പ്രിക്കോഷൻസ് ബൈ വർക്കിംഗ് നിയർ ഓർ മെഷീനറി ഇൻ മോഷൻ എന്ന് വെച്ചാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന മെഷീനറികളൊക്കെ ആണെങ്കിൽ അതിലൂടെയൊക്കെ പാസ് ഔട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ടാവണം. ഡിവൈസസ് ഫോർ ഡിസ്കണക്റ്റിംഗ് പവർ, പെട്ടെന്ന് നമുക്കറിയാം ചിലപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു പവർ ഓഫ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വേണ്ടി വരാം. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ വേണം അല്ലെ. നമുക്ക് എന്തെങ്കിലും എന്താണെങ്കിലും ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ പ്രോപ്പറായിട്ട് ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ വേണം. പ്രിവെൻഷൻ ഓഫ് ഇൻജുറി ഫ്രം വോയിസ്, ലിസ്, ചെയിൻ ആൻഡ് റോപ്സ് ഇൻ ദ മോഷൻ. ഓക്കെ, അതായത് നമുക്ക് എല്ലാത്തിലും അല്ലെ എന്തെങ്കിലും മുറിവുകളും കാര്യങ്ങളൊക്കെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെ കയറും കാര്യങ്ങളൊക്കെ വലിഞ്ഞു മുഴുകാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചലനാത്മകമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതകൾ ഉണ്ടെങ്കിൽ അപകടങ്ങളൊക്കെ വരാൻ സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് വേണം. റിവോൾവിംഗ് മെഷീനറി, അവോയ്ഡിംഗ് ലിഫ്റ്റിംഗ് എക്സസീവ് വെയിറ്റ് ടു പ്രിവെന്റ് സ്പൈനൽ ഇൻജുറീസ്. ഓക്കെ, നമുക്കറിയാം വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എന്താണ് അതിനനുസരിച്ചിട്ട് നട്ടലിനൊക്കെ ക്ഷത സംഭവിക്കാൻ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ടാവണം. മെഷീനറിയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലെ അവിടെ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രിക്കോഷൻസ് അവിടെ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മുൻകരുതലുകളൊക്കെ വേണം. In addition, there are the provisions regarding emergency actions equipment in case of a fire,
availability of power according to required specifications, safety of a plant and commissioner. ഓക്കെ, അപ്പൊ അതില് നമ്മളെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ എമർജൻസി ആക്ഷനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വേണ്ടി വരാം അല്ലെ. തീപിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. സുരക്ഷിതത്വം നമുക്ക് പ്ലാന്റ് മിഷനറിയിലെ സുരക്ഷാ കാര്യങ്ങളിലൊക്കെ മുൻനിർത്തി വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള അല്ലെ, നമുക്കറിയാം എല്ലാ കമ്പനികളിലും പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് കിടക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യും. അത് മസ്റ്റ് ആയിട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനുള്ള അനുമതികളൊക്കെ ഗവൺമെന്റ് അല്ലെ ആക്ച്വലി എന്തൊക്കെയാണോ പറയുന്നത് അതിനനുസരിച്ചുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷമാണ് പെർമിഷനൊക്കെ കൊടുക്കുള്ളൂ അല്ലെ, ശരിയാണോ? അപ്പൊ ഇത്തരത്തിലുള്ള എംപ്ലോയീസിന്റെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ തീർച്ചയായിട്ടും അവൈലബിൾ ആക്കേണ്ടത് എന്താണ് ആക്ട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ചിലയിടത്തെങ്കിലും ഇങ്ങനെയുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ ഒന്നും എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിയമവശമായിട്ട് അവർക്ക് എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരും അല്ലെ. എന്തെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും എംപ്ലോയി ഒക്കെ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും കോടതിയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം മിക്കവാറും ഈ ആക്ടുകളിലെല്ലാം തന്നെ അല്ലെ, ഫാക്ടറീസ് ആക്ടിലൊക്കെ എംപ്ലോയീസിന്റെ പ്രൊട്ടക്ട് അല്ലെ അവരുടെ ജീവനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. ഇന്ന രീതിയിലുള്ള ഫാക്ടറികളാണെങ്കിൽ കമ്പനികളാണെങ്കിൽ ഇന്ന അപ്ലിക്കേഷൻസ് ഒക്കെ അവിടെ എടുക്കാമെന്നുള്ളത് മസ്റ്റ് ആയിട്ടും നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ നിർദ്ദേശങ്ങൾ പാലിക്കാനായിട്ട് ആ എംപ്ലോയർ അല്ലെങ്കിൽ ആ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നവരെ ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ട് തന്നെ മൂവ് ചെയ്യേണ്ടത് ആവശ്യവുമാണ്. ഓക്കെ, അപ്പൊ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊഫഷൻസ് ആണ് നമ്മളിപ്പോ ജസ്റ്റ് കണ്ടത്. അതില് കുറെ കാര്യങ്ങൾ ഇങ്ങനെ അല്ലെ ആക്കപ്പെട്ട് പോയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എംപ്ലോയിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ചെയ്യുന്നിടത്ത് നല്ലൊരു കണ്ടീഷൻസ് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ പലതരത്തിലുള്ള ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ ഇൻകത്തിനെ സെക്യൂർ ആയിട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഹെൽത്തിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഓഫറുകളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ, വായിച്ചു നോക്കേണ്ടതുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഇവിടെ നമ്മള് 2 ഭാഗമാണ് ഇപ്പൊ കവർ ചെയ്തത്. 3 ഭാഗം നോക്കാം. പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്, പെയ്ഡ് ഹോളിഡേസ്, ഷിഫ്റ്റ് പ്രീമിയം, ഹോളിഡേസ് പേ, ദെൻ പെയ്ഡ് വെക്കേഷൻ. എംപ്ലോയി സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള 2 കോമ്പൻസേഷനുകളാണ്. റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനും ലൈറ്റ് ഓഫ് കോമ്പൻസേഷനും. അവരുടെ ഇൻകം പെട്ടെന്ന് നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോമ്പൻസേഷനുകളാണ്. ദെൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊഫഷൻസ്, അതാണ് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അവരുടെ ആരോഗ്യം അത് സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രൊഫഷൻസ് ആണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം എംപ്ലോയിക്ക് അത് ലഭ്യമാക്കേണ്ടതുണ്ട്. ചിലതെല്ലാം ആക്ട് പറയുന്ന രീതിയിൽ, ഇവിടെയൊക്കെ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊഫഷൻസ് ഒക്കെ ആക്ടിന്റെ കീഴിൽ വരുന്ന ഭൂരിഭാഗവും ആക്ടിന്റെ കീഴിൽ തന്നെ വരുന്ന അല്ലെ. എംപ്ലോയർ സ്വമേധയാ എംപ്ലോയിക്ക് നൽകുന്നതൊന്നല്ല, വോളണ്ടറി ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ കാര്യങ്ങളൊന്നല്ല. ഇത് മിക്കവാറും ആക്ടിന്റെ കീഴിലോട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും. നിയമപരമായിട്ട് തന്നെ അവർക്ക് അർഹിക്കപ്പെടുന്നതാണ്. ഇൻ കേസ് അതൊന്നും ലഭ്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും കോടതിയൊക്കെ സമീപിച്ച് അവർക്ക് നേടിയെടുക്കാവുന്നതാണ്. ഓക്കെ, സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസ് ആണ് നമ്മൾ ജസ്റ്റ് കണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് വെൽഫെയർ ആൻഡ് റെക്രിയേഷണൽ ഫെസിലിറ്റീസ് ആണ്. മോസ്റ്റ് ഓഫ് ദം അത് തന്നെയാണ്. അതൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം. ചിലതെല്ലാം വോളണ്ടറി ആയിട്ട് അല്ലെ, ചിലത് മാത്രമാണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ്. മോസ്റ്റ് ഓഫ് ദം എന്താണ് എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ലഭ്യമാക്കി കൊടുക്കുന്ന കുറച്ച് ബെനിഫിഷ്യൽ പാക്കേജ് ആണ് വെൽഫെയർ ആൻഡ് റെക്രിയേഷണൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ചിലതില് നമുക്കറിയാം അതിന് ചില ലോകളുണ്ട്, നിയമങ്ങളുണ്ട്. നിയമാവശ്യം അനുസരിച്ചിട്ട് ചിലത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് പോകാം.
welfare and recreational facilities general and recreational facilities provided are as follows. First one the housing, then canteen, then education facilities, then consumer societies, credit societies, employee counseling, the legal assistance, holiday homes, transportation facilities, welfare sections, picnic and parties. Okay. കുറച്ച് അധികമുണ്ട് മിസ്ലേനിയസ് വരെയാണ് അതിന്റെ കുറച്ച് പാക്കേജുകൾ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഹൗസിംഗ് നോക്കാം. എ പ്രൂഫ് ഓവർ ദ ഹെഡ് ഈസ് വൺ ഓഫ് ദ വൈറ്റൽ റിക്വയർമെന്റ്സ് ഫോർ ഹ്യൂമൻ ബീയിങ്സ് ടു സർവൈവ്. നമുക്കറിയാം ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും അല്ലെ ആദ്യമൊക്കെ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആഗ്രഹിക്കുന്നത് ഒരു നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു ഹൗസ് അല്ലെ, ഒരു നല്ലൊരു റൂഫിന്റെ അണ്ടറിൽ കഴിയണമെന്ന് തീർച്ചയായിട്ടും ഏതൊരു എംപ്ലോയും ആഗ്രഹിക്കുന്നതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല സുരക്ഷിതത്തോടുകൂടിയിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയുമ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയും ഉണ്ടാവുകയാണ് അല്ലെ. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു റിക്വയർമെന്റ്സ് ആണ് ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിന്റെയും. Lack of adequate housing is a cause of great stress and worry for employees which adversely affect their work. അതായത് മതിയായ ഹൗസിംഗ് സൗകര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടുതൽ സ്ട്രെസ് ആയിട്ട് അവര് എന്താണ് അവരുടെ ജോലിയിടങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. Therefore, many organizations build quarters near the plant or office for their employees and charge a minimal rent. Okay. മിക്കവാറും കമ്പനികളൊക്കെ അല്ലെ വലിയ വലിയ കമ്പനികളൊക്കെയാണ് കോട്ടേജ് സൗകര്യങ്ങളൊക്കെ അവിടെ അനുവദിക്കുന്നുണ്ട്. ചെറിയൊരു റെന്റിലൊക്കെ അവർക്ക് അല്ലെ മസ്റ്റായിട്ട് നമുക്കറിയാം മോസ്റ്റ്ലി അത് യൂസ്ഫുൾ ആകുന്നത് അകലങ്ങളിലൊക്കെ ഉള്ള എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് തന്നെ കോട്ടേജസ് എടുക്കാനായിട്ടാണ് താല്പര്യപ്പെടുക അല്ലെ. അതിനപ്പുറം എന്താണ് ഇവിടെ എംപ്ലോയീസ് നല്ല ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് എംപ്ലോയർ ഇത് ഓഫർ ചെയ്യുന്നത്. Many organizations build quarter near the plant or office for their employees and charge a minimum rent. Some organizations provide and arrange for housing loans for employees at a low interest rate. Okay, ചില ഓർഗനൈസേഷനുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ് ചെറുതായിട്ട് അല്ലെ ചെറിയ പലിശ നിരക്കില് അവർക്ക് എന്താണ് ജീവിച്ചു പോകാൻ ഹൗസിംഗ് ലോണുകളൊക്കെ എടുത്തിട്ട് വീടുകളൊക്കെ പണിയാനായിട്ടുള്ള സൗകര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് അവര് ചെറിയ രീതിയിലുള്ള ഹൗസിംഗ് ലോണിനൊക്കെ ചിലപ്പോൾ പ്രൊവിഷൻസ് അവർ അനുവദിക്കുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെ രീതിയിൽ ലോൺ എടുക്കുന്നവർക്ക് ചെറിയ പലിശ കൊടുത്താൽ മതി അല്ലെ. ആ രീതിയിലുള്ള ഓഫറുകൾ ചില കമ്പനികളൊക്കെ അവരുടെ എംപ്ലോയീസിന് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഹൗസിംഗിനുള്ള ഒരു പ്രധാനപ്പെട്ട പാക്കേജ് ആണ് അവിടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് തൊഴിലുടമ ഓഫർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ചില കമ്പനികൾ ഓഫർ ചെയ്യുന്നത് കോട്ടേജുകളൊക്കെയാണ്. മറ്റ് ചില കമ്പനികൾ ഓഫർ ചെയ്യുന്നത് ഹൗസിംഗ് ലോൺ, മിതമായ പലിശ നിരക്കിലുള്ള ഹൗസിംഗ് ലോണുകളാണ് ഓഫർ ചെയ്യുന്നത്. മറ്റൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് എന്ന് പറയുന്നത് ക്യാൻറ്റീൻ ആണ്. ഈ ക്യാൻറ്റീൻ സൗകര്യങ്ങൾ മിക്കവാറും വലിയ വലിയ കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടെ അവൈലബിൾ ആണ്. അവിടെ ഒരു ചെറിയൊരു ആക്ടിന്റെ കീഴിൽ വരുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ആണ് ക്യാൻറ്റീൻ എന്ന് പറയാൻ കാരണം ദിസ് ഫെസിലിറ്റി ഈസ് ഓഫ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഫോർ ബോത്ത് ദ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. എംപ്ലോയിക്കും മാനേജ്മെന്റിനും പ്രധാന വളരെ നല്ലൊരു അഭിപ്രായമുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ആണിത്. Availability of good and fresh food at the workplace at affordable rate is important for the employees. Okay, തീർച്ചയായിട്ടും എംപ്ലോയിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെ മിതമായ നിരക്കിലുള്ള പൈസയിൽ അവർക്ക് ഫുഡ് ലഭ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും എല്ലാ എംപ്ലോയീസും ഹാപ്പിയാണ്. Section 46 of the Factories Act 1948 imposes a statutory obligation for employers to provide a canteen in factories employees more than 250 workers. അതായത് സെക്ഷൻ 46 അല്ലെ ഫാക്ടറി ആക്ടിന്റെ സെക്ഷൻ 46 പ്രതിപാദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 250 വർക്കേഴ്സിനേക്കാൾ കൂടുതലുള്ള കമ്പനികളോ ഫാക്ടറികളോ ഒക്കെയാണ് എങ്കിൽ അവിടെ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അവിടെ ക്യാൻറ്റീൻ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ തൊഴിലുടമ തൊഴിലാളികൾക്ക് വോളണ്ടറി ആയിട്ട് ഓഫർ ചെയ്യാത്തതിനേക്കാളും അപ്പുറം ഇവിടെ മസ്റ്റ് ആയിട്ട് നിയമമാണ്. അവിടെ ആക്ടിന്റെ കീഴിൽ വരുന്നതാണ്. എന്ത് 250 കൂടുതൽ വർക്കേഴ്സ് ഉള്ള കമ്പനിയൊക്കെ ആണെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ട് എന്ത് വേണം ക്യാൻറ്റീൻ സർവീസ് അവിടെ ലഭ്യമാക്കേണ്ടതാണ്. ആ സെക്ഷൻ ഒന്ന് നോട്ട് ചെയ്യുക. സെക്ഷൻ 46 അത് പ്രതിപാദിക്കുന്നത്
ഏതിന്റെ കീഴിലാണ്? ഫാക്ടറീസ് ആക്ട് 1948ന്റെ കീഴിൽ. അപ്പൊ എത്ര എംപ്ലോയിനേക്കാൾ കൂടുതൽ വർക്കേഴ്സ് ഉണ്ടെങ്കിലാണെന്ന് പറയുന്നത്? 250 വർക്കേഴ്സിനേക്കാൾ. ഓക്കെ അല്ലേ? ആ പോയിന്റ് നോട്ട് ചെയ്തില്ലേ? ഓക്കെ, നോട്ട് ചെയ്തോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്, most organizations, even those with less than 250 workers, have voluntarily provided canteen facilities. മിക്കവാറും ചില കമ്പനികളൊക്കെ 250 താഴെയാണ് തൊഴിലാളികളെങ്കിലും ക്യാൻറ്റീൻ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തായാലും മിക്കവാറും എല്ലാവരും അത് മേടിക്കാനായിട്ട് തയ്യാറാവും. മാത്രമല്ല സമയത്തിന് തന്നെ എംപ്ലോയീസ് ഒക്കെ അവിടെ എത്തിപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ഡ്യൂട്ടിക്കൊന്നും താമസമൊന്നും ഇല്ലാതെ ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ടൈം വേസ്റ്റ് ആവാതെ തന്നെ കറക്റ്റ് ആയിട്ട് ഡ്യൂട്ടിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും മിക്കവാറും എംപ്ലോയേഴ്സിന്റെ തന്നെ താല്പര്യത്തിൽ ക്യാൻറ്റീൻ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. Meals are made available to employees at subsidized എന്താണ് റേറ്റ് ഇൻ ദീസ് ക്യാൻറ്റീൻസ്. അതായത് മീൽസും അല്ലെ ഭക്ഷണവും നമുക്കറിയാം മിതമായ നിരക്കിലൊക്കെ ക്യാൻറ്റീനിൽ നിന്ന് ലഭ്യമാക്കി കൊടുക്കുന്ന സ്ഥാപനങ്ങളും കമ്പനികളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ കണ്ടു ഹൗസിംഗ്, സെക്കൻഡ് വൺ ക്യാൻറ്റീൻ സർവീസ്. ക്യാൻറ്റീൻ സർവീസ് അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? 250 മെമ്പേഴ്സിനേക്കാളും വർക്കേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണ്. അവിടെ തീർച്ചയായിട്ടും സെക്ഷൻ 46 1948 വരുന്ന സെക്ഷൻ 46 ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്ത് പോവാലോ? ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്? എന്താണ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസിൽ പറയുന്നത്? Organizations take care of the education needs of the employees and their family members. Okay, അതായത് ചിലപ്പോ അവരുടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ടൊക്കെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുക അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കാറുണ്ട്. Organizations grant easy loans to employees for studying to enhance their qualifications or for the education of their family members. ചിലപ്പോൾ ചില എംപ്ലോയീസിനെ അവരെ നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെ ചിലപ്പോൾ അവരെ കൊണ്ട് അഡീഷണൽ ആയിട്ട് കുറെ അല്ലെ വിദ്യാഭ്യാസങ്ങൾ നേടിയെടുക്കണം. നമുക്കറിയാം നമ്മുടെ സ്ഥാപനത്തിൽ ചിലപ്പോൾ പുതിയ ചലഞ്ചസിനൊക്കെ ഫേസ് ചെയ്യണമെങ്കിൽ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ചിലപ്പോൾ വേണ്ടി വരാം അല്ലെ. അങ്ങനെ വരുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ നേടുന്നതിനൊക്കെ ചിലപ്പോൾ കമ്പനി തന്നെ റിസ്ക് എടുക്കും അല്ലെ. അവരെ തന്നെ റിസ്കില് ആ എംപ്ലോയീസിനെയൊക്കെ പഠിപ്പിക്കാൻ സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് കേസ് തൊഴിലാളികളുടെയൊക്കെ ആശ്രിതർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷൻ ലോണുകളൊക്കെ അനുവദിച്ചു കൊടുക്കാറുണ്ട്. സം ഓർഗനൈസേഷൻസ് ഓൾസോ ഹാവ് ലൈബ്രറി ഫെസിലിറ്റീസ്. ചില ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിൽ ലൈബ്രറി ഫെസിലിറ്റീസ് ഒക്കെ അതായത് പുസ്തകങ്ങളൊക്കെ വായനശാല കാര്യങ്ങളൊക്കെ അനുബന്ധമായിട്ട് തന്നെ അവര് കൊണ്ടുനടന്ന് പോകുന്നുണ്ട്. അപ്പൊ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ആണ് അടുത്തൊരു ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദം നമുക്കറിയാം വലിയ വലിയ ഓർഗനൈസേഷൻ ഒക്കെ ആകുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസിനും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ടാവും. അതിനൊക്കെ ലോൺ അനുവദിക്കുന്നുണ്ടാവാം. അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അല്ലെ അവരുടെ എംപ്ലോയുമായി ബന്ധപ്പെട്ട ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചിലപ്പോൾ ലോൺ സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കിയിട്ട് പഠിക്കാനായിട്ടുള്ള ഓഫറുകളൊക്കെ അവര് പ്രദാനം ചെയ്യുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എംപ്ലോയി നല്ല രീതിയിൽ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് ഓക്കെ എന്റെ മകൾക്ക് പഠിക്കാനുള്ള ലോണും കാര്യങ്ങളൊക്കെ ഈ സാലറിയിൽ നിന്നാണ് അറിഞ്ഞു പോകുന്നത് അല്ലെ. അങ്ങനെയൊക്കെ ഉള്ള ഒരു മനോഭാവത്തിൽ എന്ത് ചെയ്യും അവര് അവർക്ക് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും. സോ ആ ഒരു സിൻസിയറിറ്റി വരാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഓഫറുകളൊക്കെ എന്താണ് ലഭ്യമാക്കി കൊടുക്കുന്നത്. വീണ്ടും കൺസ്യൂമർ സൊസൈറ്റീസ്. Consumer societies ആണ് അടുത്തത്. Organizations with their premises and staff quarters located at a place far away from market facilitated setting up of consumer items stores in the workers' residence. Okay, organizations with their premises and staff quarters located at a place far away from market facilities. മാർക്കറ്റിന്റെ സൗകര്യങ്ങളിലൂടെ അല്ലെ അവിടെ തീർച്ചയായിട്ടും ക്വാർട്ടേഴ്സ് ഒക്കെ അവിടെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ചിലപ്പോൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് അവർക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും.
സോ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ കമ്പനി തന്നെ കുറച്ച് സൊസൈറ്റികളൊക്കെ വഴി എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കും. മിതമായ നിരക്കിൽ തന്നെ ഹോട്ടൽസിൽ താമസിക്കുന്നവർക്കൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളാണ് അവിടെ ഓഫർ ചെയ്ത് കൊടുക്കുന്നത്. Such stores are managed by societies and ensure availability of consumer goods at a reasonable price. ഓക്കെ, അതെല്ലാം മാനേജ് ചെയ്യുന്നത് മിക്കവാറും സൊസൈറ്റികളൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ മിതമായ റിസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് ആ ഹോട്ടൽസിലുള്ള അവർക്കൊക്കെ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തുക. അപ്പൊ ഇതെല്ലാം കമ്പനിയുടെ റിസ്കില് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന ഓഫറുകളാണ്. എന്താണ് കൺസ്യൂമർ സൊസൈറ്റീസ്. കൺസ്യൂമർ സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും നമുക്കറിയാം ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് അവർക്ക് മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവുള്ളത് കൊണ്ട് തന്നെ അവിടെ സൊസൈറ്റികളുടെ സാന്നിധ്യത്തിൽ എന്താണ് അവർക്ക് മിതമായ നിരക്കിൽ തന്നെ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യാനായിട്ട് സാധ്യമാക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, വീണ്ടും ക്രെഡിറ്റ് സൊസൈറ്റീസ്. എന്താണ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്? These are cooperative credit societies that are formed to make employees self-independent in matters of loan requirements rather than being compelled to borrow from lenders at high interest rates. Okay, നമുക്കറിയാം എംപ്ലോയീസ് ആണെങ്കിലും അല്ലെ അവിടെ കോട്ടയത്തിൽ താമസിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും തീർച്ചയായിട്ടും ചിലവർക്കൊക്കെ പണങ്ങളൊക്കെ ചില സമയങ്ങളിലൊക്കെ കൂടുതലായിട്ട് ആവശ്യം വരാം. ചിലപ്പോൾ മക്കളെ പഠിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ വീട് വെക്കുന്നതിനോ അല്ലെ പലതരത്തിലുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ചിലപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഒക്കെ ആവശ്യം വരാം. അപ്പൊ അവിടെ മണി ലെൻഡേഴ്സിൽ നിന്ന് അല്ലെ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് പലിശ കൊടുത്ത് നമ്മള് പണം കടമെടുക്കുന്നതിന് പകരം മിതമായ നിരക്കില് മിതമായ ഇൻട്രസ്റ്റ് റേറ്റില് തീർച്ചയായിട്ടും എംപ്ലോയീസിനെ അല്ലെ ഇവിടെ മെമ്പർഷിപ്പ് ഉള്ള അല്ലെങ്കിൽ ഈ കമ്പനിയുടെ മെമ്പറായ നിരക്ക് മിതമായ നിരക്കിലൊക്കെ എന്താണ് പണം എടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ക്രെഡിറ്റ് സൊസൈറ്റീസുകളൊക്കെ അവിടെ ലഭ്യമാക്കി കൊടുക്കുന്നു. Such societies are formed to ensure a careful use of money among employees. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ സൊസൈറ്റികളൊക്കെ ഫോം ചെയ്യുന്നത് നല്ല കൃത്യമായിട്ട് മണി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് അല്ലെ. ഇപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ലംസം എമൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാലറിയിൽ തന്നെ ആ ലോൺ എമൗണ്ട് അവിടെ പിക്കപ്പ് ചെയ്ത് അല്ലെ അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ്. അപ്പൊ അവിടെ നല്ല രീതിയിൽ കെയർഫുൾ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തു പോകാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? പോയിന്റ്സുകളൊക്കെ എടുത്തു പോകുന്നതിന് കുഴപ്പമില്ലല്ലോ, എളുപ്പമുള്ള പോയിന്റ്സ് അല്ലേ? ആണോ? ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യണോ? കൗൺസിലിംഗ് ആണ്. ഓക്കെ, ഒരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം. എംപ്ലോയി കൗൺസിലിംഗ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം കൗൺസിലിംഗ് സെന്ററുകൾ അല്ലെ. അവിടെ ഓർഗനൈസേഷൻസ് ഹയർ സർവീസസ് ഓഫ് പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ഫോർ സെറ്റിംഗ് പേഴ്സണൽ പ്രോബ്ലംസ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസ് ആണെങ്കിലും അല്ലെ ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അത് തൊഴിലിടത്തിലാണോ ചിലപ്പോൾ വീടുകളിലായിരിക്കാം എവിടെയാണെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അവരുടെ ബിഹേവിയറിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടുന്നത് കൊണ്ട് അല്ലെ ചിലപ്പോൾ തൊഴിലിടത്തിൽ തന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ടൊക്കെ അവർക്ക് ചിലപ്പോൾ മാനസികമായിട്ടുള്ള ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. Employees having personal problems can easily approach these counselors for a price. തീർച്ചയായിട്ടും കൗൺസിലിംഗ് സെന്ററുകളൊക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഈ പ്രോബ്ലംസുകളൊക്കെ അവർക്ക് സോൾവ് ചെയ്ത് പോവാൻ ചെറിയ റിസണബിൾ ആയിട്ടുള്ള പ്രൈസിലൊക്കെ അവരെ മാനസികമായിട്ടുള്ള പിരിമുറുക്കുകളൊക്കെ കുറച്ചുകൊണ്ട് വരാനൊക്കെ ആയിട്ട് സാധിക്കും. Such counseling provides a mental peace and comfort to employees. This promoting punctuality and professionalism and resulting in improvement in habits like absenteeism and absent-mindedness. അതായത് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോൾ എന്താ അവര് നല്ല രീതിയിൽ ശബ്ദമാക്കി മനസ്സിനെ കൊണ്ടുപോകാനൊക്കെ ആയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അല്ലെ. ഒരു ശബ്ദമായിട്ട് മനസ്സിനെ കൊണ്ടുപോകുമ്പോൾ എന്താണ് നല്ല നല്ല ദിനചര്യകളൊക്കെ അവിടെ പാലിച്ചു പോകാനായിട്ട് ശ്രമിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് തൊഴിലുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് അവർക്ക് പങ്ക്ച്വലായിട്ട് ഓഫീസിലൊക്കെ വന്ന് പോകാനായിട്ടും ഡ്യൂട്ടിയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടും അങ്ങനെ ഈ പറഞ്ഞ ആബ്സെന്റീസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഗതിയോടുകൂടിയിട്ടൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധ്യതകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എംപ്ലോയർ എന്തെങ്കിലും ഓഫറുകൾ എംപ്ലോയിക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ. സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നും ഡൗൺ ആയി പോവാതെ ജോലി നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും കൂടിയുള്ള ഉദ്ദേശമുണ്ട്. പക്ഷെ എംപ്ലോയറെ സംബന്ധിച്ച് ഇത് ഗുണകരമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു മറ്റൊരു ജോലിക്ക് പോയാലും എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളും വരാനും സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കൗൺസിലിംഗ് സെന്ററുകളൊക്കെ ഓഫർ ചെയ്യുമ്പോൾ
സംഭവമാണെങ്കിൽ അവർക്ക് അവരുടെ മൈൻഡിനെ കീപ്പ് ചെയ്ത് അല്ലെ നല്ല രീതിയിൽ തന്നെ സ്ഥാപനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ ശ്രമിക്കാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും എംപ്ലോയി കൗൺസിലിംഗ് കാര്യങ്ങളും എന്താണ് അതും സ്വമേധയാ വോളണ്ടറി ആയിട്ട് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്ന ഓഫറുകളാണ്. ഓക്കെ അല്ലേ? നമ്മള് എന്താണ് എംപ്ലോയി കൗൺസിലിംഗ് വരെയാണ് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? എന്തായാലും വായിച്ചിട്ട് വരിക. നമുക്ക് നെക്സ്റ്റിലേക്ക് കാണാം.